നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സദൃശ വാക്യങ്ങൾ 7-ാം അധ്യായം 24-ാം വാക്യം. ആകയാൽ മക്കളെ, എൻ്റെ വാക്കു കേൾക്കുവിൻ, എൻ്റെ വായിലെ വചനങ്ങൾ ശ്രദ്ധിക്കുവിൻ. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മളോട് പറയുന്നത് ഇപ്രകാരമാണ്. ദൈവമായ കർത്താവ് നമ്മോട് ഇപ്രകാരം പറയുന്നു: എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക. ദൈവമായ പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ, നമുക്ക് സ്വർഗത്തിൽ പ്രിയമായതിൻ്റെ, പ്രിയപ്പെട്ടതിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ മറ്റാരുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കുക? ഈ വാക്കുകൾ ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നേരിട്ട് സ്വർഗത്തിൽ നിന്ന് ആയിരിക്കുകയില്ല. പിന്നെയോ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരിൽ നിന്നുള്ള വാക്കുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. കാരണം ദൈവം പ്രവർത്തിക്കുന്നതും ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുന്നതും ദൈവദൂതന്മാരായി ഭൂമിയിലേക്ക് അവതരിച്ച പല മനുഷ്യരിലൂടെയുമാണ്. അങ്ങനെയെങ്കിൽ ദൈവം പറയുന്ന വാക്കുകൾ കേൾക്കുവാൻ, അവൻ്റെ വചനങ്ങൾ പാലിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ നമ്മുടെ കർത്താവായ തമ്പുരാൻ ഈശോ നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. അതൊരു വചനമാണ്, സത്യ ദൈവ വചനം. ഇത്തരം വചനങ്ങളെ പാലിക്കുവാൻ, വാക്കുകളെ മുറുകെ പിടിക്കുവാൻ, സ്വർഗത്തിന് തിരിച്ചു മറുപടി നൽകുവാൻ, സ്വർഗത്തെ പാലിക്കുവാൻ, സ്വർഗത്തെ ധ്യാനിക്കുവാൻ, സ്വർഗത്തെ സ്നേഹിക്കുവാൻ, ജീവിതത്തിലേക്ക് ആവാഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വചനം താങ്ങും തുണയുമായി നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. വചന സമീക്ഷയുടെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ മകളെ നഷ്ടപ്പെട്ട ഒരപ്പനും അമ്മയും, അതിൻ്റെ തീവ്ര ദുഃഖത്തിലായിരിക്കുന്ന ആ ദമ്പതികൾ, ഒരുപാട് ധനമുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ആവശ്യത്തിലേറെയുള്ള ആഡംബരമുണ്ട്, പക്ഷേ സ്വന്തമായി കരുതി സ്നേഹിക്കുവാനുള്ള പ്രിയപ്പെട്ട മകളെ നഷ്ടമായിരിക്കുന്നു. അങ്ങനെ അവർ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി എന്തായാലും ഇവർക്ക് മക്കളുണ്ടാവുകയില്ല. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ നിന്നും ഒരു പെൺകുഞ്ഞിനെ ദത്തെടുക്കുക. അങ്ങനെ വളരെ തീവ്രമായ ആഗ്രഹത്തോടു കൂടി ആ മാതാപിതാക്കൾ, അപ്പനും അമ്മയും, ഒരു അനാഥാലയത്തിലേക്ക് കടന്നു വരികയാണ്. അവിടുത്തെ ഫാദറിനോട് സംസാരിച്ചു, അദ്ദേഹം എല്ലാ മക്കളെയും കാണിച്ചു. എങ്കിലും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രായപരിധിയിലുള്ള ഒരു കുഞ്ഞിനെ, ഇവരുടെ മകൾക്ക് സദൃശ്യമായിട്ട് അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ ഇവർ ആഗ്രഹിച്ചതുപോലെ 12 കുട്ടികളെ ഇവരുടെ മുൻപിലേക്ക് നിർത്തുകയാണ്. എന്നിട്ട് ആ ഫാദർ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ പോലെ നിങ്ങൾക്ക് സ്നേഹിക്കാനാകുന്ന ഒരു കുഞ്ഞിനെ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക. ആ അമ്മ, ആ സ്ത്രീ അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മകളെ പോലെ തോന്നിയ ഒരു കുഞ്ഞിനെ പെട്ടെന്ന് ചേർത്തണക്കുകയാണ്. ആ കുഞ്ഞിനെ തൻ്റെ മടിയിലേക്ക് ഇരുത്തിയിട്ട് ആ അമ്മ ഇപ്രകാരം അവളോട് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത് എന്നുള്ളതിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അങ്കമാലിയിൽ നിന്നും അന്നമ്മ ബേബി. അന്നമ്മ ആന്റി, അങ്കമാലിയിൽ നിന്നല്ലേ? ഓ. ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഭർത്താവും 2 മക്കളും. മക്കളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞു. ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കൂട്ടിന് മോളുടെ കൊച്ചു വരും. കുഞ്ഞു വരും അല്ലേ? അവൻ കൊച്ചൊന്നുമല്ല, അവൻ ഈ ബിഫാം കഴിഞ്ഞ് മെഡിക്കൽ സ്റ്റോർ നടന്നതാ. അപ്പൊ ആന്റി സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാരും? കൃപയാൽ. മഴയ്ക്ക് മഴ, വെയിലിന് വെയില്, വെയിലില്ല, എല്ലാം കൊണ്ട് സന്തോഷം അല്ലേ? പിന്നെ ദൈവം എല്ലാ കൃപയും തരുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട് അല്ലേ? പിന്നെ ഞാൻ എപ്പോഴും ദൈവത്തിനോട് പറയുന്നത്, ഞാൻ എന്ത് നന്മ ചെയ്തിട്ടാ എനിക്ക് ഇങ്ങനെ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആന്റി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാലോ രഞ്ജിതേ. അപ്പോ ആദ്യത്തെ ചോദ്യം, അന്നമ്മ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ഭയങ്കരന്മാരുടെ നിശ്വാസം മതിലിനു നേരെ എങ്ങനെയാണ് അടിക്കുന്നത്? കൊടുങ്കാറ്റടിക്കും പോലെ. സംശയമൊന്നുമില്ല? ഇല്ല. ഓക്കെ, സന്തോഷം. എന്തായാലും അത് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. നമ്മള് പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ഇത്രയും ഉത്തരം പറയുമെന്ന്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാലോ. ചോദ്യം ഇതാണ്: സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ എന്താണ് നടത്തുന്നത്? ചോദ്യം ക്ലിയർ അല്ലേ ആന്റി? സൈന്യങ്ങളുടെ സകല ജാതികൾക്കും മഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന്
കഴിക്കും. മോദസ് നിറഞ്ഞ മിഷ്ടഭോജനങ്ങൾ കൊണ്ട് മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. ഉത്തരം ഇതാണ്. സകല ജനതകൾക്കും സമൃദ്ധമായ ഭോജനങ്ങളും വിശിഷ്ടമായ വീഞ്ഞും കൊണ്ട് ഒരു വിരുന്ന് നടത്തും. ഓക്കെ. സന്തോഷായില്ലേ? സന്തോഷായി. ആന്റിക്ക് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട അതായത് നമ്മുടെ വചന സമീക്ഷയിൽ കൂടി എന്ത് ചെയ്യാൻ ഇഷ്ടം? പാട്ട് പാടാനാണോ, വചനം പറയാനാണോ, അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനം പറയാനാണോ? എന്താ താല്പര്യം? ഇന്നലെ ഞാൻ വായിച്ച വചനം നിമിത്തം വചനം 2 യോഹന്നാൻ എഴുതിയ 17-ാം അധ്യായം ഞാൻ വായിച്ചപ്പോ അതിനകത്ത് എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു വചനം 17-7. യേശുക്രിസ്തു നമ്മൾക്ക് തന്നേച്ചു പോയത് സ്വർണോ വെള്ളിയോ ഒന്നുമല്ല, ജീവനുള്ള വചനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞേ. ആ വചനത്തിന് ജീവനും ഉണ്ട്. നമുക്ക് ആ വചനം സ്വർണത്തിനേക്കാളും വെള്ളിയേക്കാളും ഒക്കെ വിലപിടിപ്പുള്ളതാണ്. പക്ഷെ ഞാൻ അപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തു. രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇടൂലോ, അപ്പൊ ഞാൻ ഒരു വചനം വെച്ചോണ്ട് ഇടും. അപ്പൊ അവർക്കും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവർക്കും കിട്ടട്ടെ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ പിന്നെ മിനിഞ്ഞാന്ന് വായിച്ച 2 ദിനവൃത്താന്ത പുസ്തകം. അതിൻ്റെ അകത്ത് ഒരു പറയുന്നത് വചനം, ഈ അങ്ങേർക്ക് മാനസാന്തരപ്പെട്ട അങ്ങേര് ദൈവസന്നിധിയില് കരഞ്ഞ് ഉപവസിച്ച് കരഞ്ഞപ്പോ ദൈവം പറഞ്ഞു, ഞാൻ അനർത്ഥം വെക്കും പക്ഷെ നിന്റെ കണ്ണത് കാണൂലെന്ന്. അപ്പൊ അത് കണ്ടപ്പോ ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മരണം ഉണ്ടായി. ആ മരണത്തെ കുറിച്ച് ഓർക്കാണ്. അപ്പൊ ആ ചേട്ടൻ നല്ല മനുഷ്യനായിരുന്നു. ആ ചേട്ടൻ പെട്ടെന്ന് ഒരു 55 വയസ്സായപ്പോഴത്തേനും മരിച്ചു. വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങേരുടെ 2 മക്കളും അതിന്റെ ഭാര്യയും, അങ്ങേരുടെ ഭാര്യയല്ല, മോനും മോന്റെ ഭാര്യയും 2 കൊച്ചുങ്ങളും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു മരിച്ചു. അപ്പൊ അങ്ങേർക്ക് ഇങ്ങനെ ഒരു ദുഃഖം കാണാൻ ദൈവം ഇടവരുത്തിയില്ല. അപ്പൊ ഞാൻ വിചാരിക്കാണ് ഇങ്ങേര് മരിച്ചു, ഇങ്ങേര് നല്ല മനുഷ്യനായിട്ട് ഇത്ര പെട്ടെന്ന് മരിച്ചു തോന്നുന്നു. പക്ഷെ ഈ പിള്ളേര് മരിച്ചപ്പോഴാണ് ഞാൻ ഓർത്ത്. ഇപ്പൊ ഇത് ഞാൻ വായിച്ചപ്പോഴാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭക്തന് ഇത് കാണാൻ ദൈവം ഇടവരുത്തൂല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങേര് ഈ 4 മരണം ഒരുമിച്ച് കണ്ടെങ്കിൽ അങ്ങേരെ ചങ്ക് പൊട്ടിപ്പോയേനെ. അപ്പൊ നമ്മള് ചിലതൊക്കെ കാണുമ്പോ നമ്മള് പെട്ടെന്നുള്ള മരണമൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും എന്നാലും അങ്ങേര് നല്ല മനുഷ്യനായിരുന്നല്ലോ. പക്ഷെ അതിന്റെ മുൻപായിട്ട് ദൈവം അവർക്ക് ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടി ആണ് ദൈവം അതൊരിക്കൽ. ഓക്കെ ആന്റി, വലിയൊരു സന്ദേശം കേട്ടോ ആന്റി പങ്കുവെച്ചത്. വചനമായാലും അതിന്റെ ഒരു ജീവിത തലത്തിലേക്കുള്ള ഒരു അർത്ഥമായാലും, അത് മാത്രമല്ല ആന്റി പറഞ്ഞതിൽ ഏറ്റവും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ്ങും ഗുഡ് നൈറ്റ് ഒക്കെ അയക്കുന്ന സമയത്ത് ഒരു വചനം കൂടി ചേർത്തൊരു സുപ്രഭാതം പറയുന്നതിന് വലിയ ശക്തി ഉണ്ടായിരിക്കും. ആന്റി, നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് മടങ്ങി വന്നാലോ? ഓക്കെ. 3ാമത്തെ ചോദ്യം ഇതാണ്. യഹോവ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ച് കളയുന്നത് എന്താണ്? സകലവും വംശങ്ങൾക്കും ഉള്ള മൂടുപടം സകല ജാതികളുടെ മേൽ കിടക്കും. മറവും അവൻ ഈ പർവ്വതത്തിലേക്ക് നശിപ്പിച്ചു കളയും. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. അതെ, ശരി ഉത്തരം ആന്റി പറഞ്ഞ വചനത്തിൽ തന്നെ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്. സകല ജനങ്ങൾക്കുമുള്ള മുഖാവരണവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മൂടുപടവും. അത് സാറില്ല ആന്റി, വേർഡിങ്സ് മറന്നു, അതുകൊണ്ട് ആന്റി പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഇവിടെ ഉത്തരം ശരിയാണ്. ലാസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്. വൈക്കോൽ ചാണകക്കുഴിയിലെ വെള്ളത്തിലിട്ട് ചവിട്ടുന്നത് പോലെ ആരാണ് സ്വസ്ഥാനത്ത് തന്നെ മെതിക്കപ്പെടുന്നത്? മോവാബ് സംസ്ഥാനത്ത് തന്നെ മെതിക്കപ്പെടും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം മോവാബ്. സന്തോഷായില്ലേ? പിന്നെ ആ താങ്ക് യുവിൽ തന്നെ സന്തോഷത്തിന്റെ ഒരു പ്രതിഫലനം ഇവിടെ കിട്ടി. ഗോഡ് ബ്ലസ് യു. സെയിം ടു ആന്റി. ഗോഡ് ബ്ലസ് യു ടു. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഹാപ്പി. ഇനിയും വിളിക്കാം, ഞങ്ങളും ഹാപ്പി. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്.
അങ്കമാലി എന്നുള്ള അന്നമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിലുണ്ടായിരുന്നത്. അവർ കോള് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി ഒക്കെ കിട്ടുന്ന ഒരു അമ്മയുടെ സ്വരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആന്റിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആന്റി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മരണങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പാപങ്ങളും തെറ്റുകളും മരണങ്ങളും പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളും ഒക്കെ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടാൻ വേണ്ടി സ്വർഗത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുവാനായി ആ ഒരു അനാഥാലയത്തിലേക്ക് വന്ന ഒരു അപ്പനും അമ്മയും അങ്ങനെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ 12 പേർക്കിടയിൽ നിന്നും ആ അമ്മ മടിയിലേക്ക് ഇരുത്തുന്നുണ്ട്. അവളോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട കുഞ്ഞെ, എൻ്റെ ഓമന കുഞ്ഞെ, ഞങ്ങൾ ഒരുപാട് പൈസയുള്ളവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ധനികരാണ്. മോൾക്ക് താമസിക്കാൻ അവിടെ വലിയൊരു ബംഗ്ലാവ് ഉണ്ട്, മോൾക്ക് സഞ്ചരിക്കാൻ കാറുണ്ട്, മോൾക്ക് ഒത്തിരി ചിത്രം വരയ്ക്കാൻ ഒരുപാട് ബുക്കുകളും കളർ പെൻസിലും ഒക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ട ആഹാരം നിനക്ക് കഴിക്കാം, ഇഷ്ടപ്പെട്ട വസ്ത്രം നിനക്ക് ധരിക്കാം, ഈ കാണുന്ന എല്ലാ സ്വത്തും നിനക്കുള്ളതായിരിക്കും, നിന്റെ ജീവിതം അവിടെ സന്തോഷത്തിലായിരിക്കും, ഞങ്ങൾ ഇതെല്ലാം നിനക്ക് ചെയ്തു തരും, ഞങ്ങളുടെ പൊന്നുമോളെ പോലെ ഞങ്ങൾ വളർത്തിക്കോളാം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടും ആ കുഞ്ഞിന്റെ മുഖത്ത് ഒരു ചിരിയോ അല്ലെങ്കിൽ പുഞ്ചിരിയുടെ ലാഞ്ചനയോ ഇല്ല. അവൾ എപ്പോഴും മൗനമായിട്ട് അല്ലെങ്കിൽ മ്ലാനമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ ഒരുപാട് ആകുലപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇവൾക്ക്, അല്ലെങ്കിൽ ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ലേ, നമ്മുടെ വീട്ടിലേക്ക് ഇവള് വരില്ലേ? അത്തരത്തിലുള്ള ചിന്തകൾ ഈ അമ്മയെ ഭരിക്കുമ്പോൾ അമ്മ വീണ്ടും അവളെ സന്തോഷിപ്പിക്കാനായി പലതും പറയുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞ് അതിലൊന്നിലും സന്തോഷം കണ്ടെത്തുന്ന അവൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ അമ്മ ചോദിക്കുന്നുണ്ട്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് പുഞ്ചിരി വരാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ഈ അമ്മ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് ആ കുഞ്ഞ് പറഞ്ഞ ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം അമ്മയുടെ ഹൃദയത്തെ പോലും വേദനിപ്പിച്ചു, അല്ലെങ്കിൽ അമ്മയുടെ ഹൃദയത്തെ പോലും ഉണർത്തി ചിന്തിക്കുവാനുള്ള ഒരു പ്രേരക ശേഷി നൽകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിന്റെ മറുപടി എന്തായിരുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സലീല ആന്റി, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ കവടിയാറിൽ നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്തെ കവടിയാർ അല്ലേ? അതെ അതെ. ഓക്കെ ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ ഇളയ മകനും കുടുംബവും അവരോടൊപ്പം ഞാനും. ഓക്കെ, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആ, സന്തോഷം. ചിറകരിക്കൽ എന്നെ അടച്ചിരിക്കുന്നു. ഓക്കെ, ദൈവകൃപയാൽ എല്ലാം അങ്ങനെ അങ്ങ് പോകുന്നല്ലേ? അതെ അതെ. ആന്റി എല്ലാ ദിവസവും ബൈബിള് വായിക്കാറുണ്ടോ? പിന്നെന്താ, ദിവസവും വായിക്കും. അതാണ് എന്റെ ഭക്ഷണം. ബൈബിളാണ് ഭക്ഷണം, വചനമാണ് ഭക്ഷണം. മക്കളൊക്കെ, കുഞ്ഞു മക്കളൊക്കെ ഉണ്ടോ വീട്ടില്? ഓക്കെ ഓക്കെ, അപ്പൊ സന്തോഷം. ആന്റി സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ബൈബിൾ എല്ലാ ദിവസവും ഭക്ഷിക്കുന്ന ഒരാളാണെന്ന് കൂടി അറിഞ്ഞതിൽ സന്തോഷം. നമുക്ക് അറിയാലോ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആന്റി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവ സ്തുതികൾക്ക് യോഗ്യനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യഹോവ സ്തുതികൾക്ക് യോഗ്യനാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യഹോവേ, നീ എന്റെ ദൈവമാണ്, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നതുകൊണ്ടാണ് പുകഴ്ത്തുന്നത്. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: പണ്ടേയുള്ള ആലോചനകളിൽ വിശ്വസ്തയോടും സത്യത്തോടും യഹോവ അത്ഭുതങ്ങൾ ചെയ്തിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ഏശയ്യാവ് എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ ആന്റി? ക്ലിയർ ആയി. ഓക്കെ, ഏശയ്യാവ് എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? പറഞ്ഞോളൂ. യഹോവേ, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. അത് തന്നെയാണ്, ശരി ഉത്തരവാണ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: യഹോവേ, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അതെ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവ നഗരത്തെയും കോട്ട കെട്ടിയുറപ്പിച്ച പട്ടണത്തെയും അന്യന്മാരുടെ അരമനകളെയും എന്താക്കി തീർക്കും?
നഗരത്തെ കൽക്കുന്നും ഉം, ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും ഉം. അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാതെ വണ്ണവും ആക്കി തീർക്കും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ആ, ഉത്തരം ഇതാണ്. കൽക്കുന്നും ശൂന്യവും നഗരമല്ലാത്ത വിധവും ആക്കി തീർക്കും. ആന്റി പാട്ട് പാടാറുണ്ടോ? പാടും ഒരു പാട്ട് പാടാവോ? പാടാം. ഓക്കെ, പാടിക്കോളൂ. നിനക്ക് പാടും ഞാൻ എനിക്കായി വന്നവനേ, നിനക്കായി പാടും ഞാൻ എനിക്കായി വന്നവനേ, കഷ്ടത്തിൽ കോട്ടയായി കൃഷ്ണത്തിൽ തണലായി കൊടുങ്കാറ്റിൽ നീ എന്നിൽ നഗരമേ, കഷ്ടത്തിൽ കോട്ടയായി കൃഷ്ണത്തിൽ തണലായി കൊടുങ്കാറ്റിൽ നീ എന്നിൽ പാടും ഞാൻ ഗീതങ്ങൾ, പാടും ഞാൻ ഗീതങ്ങൾ നിനക്കാ പാടും എനിക്കായി വന്നവനേ. ഓക്കെ, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഈ സന്തോഷത്തിലെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ലാസ്റ്റ് ചോദ്യം ഇതാണ്. ഭയങ്കര ജനതകളുടെ പട്ടണം ഭയപ്പെടുന്നത് ആരെയാണ്? ഭയങ്കര ജനതകളുടെ പട്ടണം ഭയപ്പെടുന്നത് ആരെയാണ്? ഭയപ്പെടും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, യഹോവയെ. അപ്പൊ സന്തോഷമായില്ലേ? 4 ചോദ്യങ്ങളും ശരി ഉത്തരമായി. ഓക്കെ. അപ്പൊ ആന്റി തീർച്ചയായിട്ടും ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ, അപ്പൊ പ്രാർത്ഥനയിൽ ഓർക്കുക. വിളിച്ചതിന് താങ്ക് യു. അപ്പോൾ സലീല ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. എല്ലാ ഉത്തരങ്ങളും ശരിയാക്കി പറഞ്ഞു. അത് മാത്രമല്ല, ഒരു നല്ല പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ആന്റിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ മകളെ, അല്ലെങ്കിൽ ആ ദത്തെടുക്കാനായിട്ട് പോകുന്ന മകളെ സന്തോഷിപ്പിക്കാൻ അക്ഷീണം പരിശ്രമിക്കുന്ന ഒരമ്മ. അപ്പോൾ അവർക്കറിയില്ല എങ്ങനെയാണ് ഇവളെ സന്തോഷിപ്പിക്കേണ്ടത്, അവളുടെ മുഖത്ത് പുഞ്ചിരി വരുത്തേണ്ടത്. അപ്പോൾ മ്ലാനമായിരിക്കുന്ന ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ കുഞ്ഞ് തിരിച്ച് പറയുന്ന മറുപടി ഇങ്ങനെയാണ്: അമ്മ, എനിക്ക് എല്ലാം തരാമെന്ന് പറഞ്ഞു, നല്ല ബംഗ്ലാവ് തരാമെന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ട വസ്ത്രം എനിക്ക് മാറി മാറി ധരിക്കാമെന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എൻ്റെ മുന്നിൽ ഞാൻ ആഗ്രഹിക്കുമ്പോൾ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്കുള്ള എല്ലാ സമ്പാദ്യവും പപ്പയ്ക്കുള്ള എല്ലാ സമ്പാദ്യവും എനിക്ക് തരാമെന്ന് പറഞ്ഞു. എന്നെ നിങ്ങൾ മകളായിട്ട് വളർത്താമെന്നും പറഞ്ഞു. പക്ഷേ ഇതിനെല്ലാം പ്രത്യുത്തരമായിട്ട് ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് തരേണ്ടത്? കാരണം ഇതെല്ലാം എനിക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങളാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തെങ്കിലല്ലേ എനിക്ക് ഈ പ്രതിഫലങ്ങൾ വാങ്ങുവാനുള്ള, സ്വീകരിക്കാനുള്ള അർഹതയുള്ളൂ. എൻ്റെ ഈ കുഞ്ഞു പ്രായത്തിൽ എന്ത് ജോലിയാണ്, എന്ത് അധ്വാനമാണ് ഈ പ്രതിഫലങ്ങൾക്ക് പകരം തരേണ്ടത്? ആ അമ്മയുടെ നെഞ്ച് തകർന്നു പോയി. മോഹന വാഗ്ദാനങ്ങൾ, ബാഹ്യമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ ഒക്കെയും കുഞ്ഞിന് വാഗ്ദാനം ചെയ്തപ്പോൾ എന്തുകൊണ്ട് താൻ സ്നേഹം വാഗ്ദാനം ചെയ്തില്ല എന്നുള്ള ചോദ്യം അമ്മയെ നിരാശപ്പെടുത്തി. എൻ്റെ പൊന്നുമകളായിട്ട് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി എൻ്റെ പ്രിയപ്പെട്ട പുത്രിയായിട്ട് നിന്നെ വളർത്തുവാനാണ്, അല്ലാതെ ഈ കാര്യങ്ങളല്ല ഞാൻ നിനക്ക് തരുന്നത്, അല്ലെങ്കിൽ ഈ ബാഹ്യമായിട്ടുള്ള സുഖങ്ങളോ സന്തോഷങ്ങളോ അല്ല നിനക്ക് തരുന്നത്. പിന്നെയോ അതിന് ഉപരിയായിട്ട്, അതിനപ്പുറമായിട്ട് ഒരമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അമ്മയുടെ വാത്സല്യം, നിന്റെ സ്വന്തം പെറ്റമ്മയെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് പറയുവാൻ എന്തുകൊണ്ട് താൻ മറന്നുപോയി എന്ന ചിന്ത അമ്മയെ നിരാശപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ അവർ ആ സത്യം തിരിച്ചറിയുന്നുണ്ട്. ചിന്തിച്ച രീതികൾ തെറ്റായിരുന്നു. ഒരിക്കലും ഒരു കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെയോ വിലയിടേണ്ടത് കാശോ പണമോ കൊണ്ടല്ല, പിന്നെയോ സ്നേഹം കൊണ്ടാണ് എന്നുള്ളത് അമ്മ തിരിച്ചവളെ വാരി പുണരുന്നുണ്ട്. അപ്പോൾ ഈ കഥയുടെ അവസാനത്തിലേക്കും സന്ദേശത്തിലേക്കും നമുക്ക് മടങ്ങി വരുന്നതിന് മുൻപായി അവസാനത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കുഞ്ഞമ്മ തോമസ്, പത്തനംതിട്ടയിൽ നിന്ന് കുഞ്ഞമ്മ ആന്റി അല്ലേ? അതെ. ആന്റി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
വീട്ടിലെ ഞാനും അങ്കിളും ഇപ്പൊ മൂത്ത മോനും കൊച്ചുമോനും വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു ആണോ എല്ലാരും? എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. അവിടെ എന്തുണ്ട് വിശേഷം പത്തനംതിട്ടയില്? വിശേഷമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. മഴ. ഓക്കെ. അത് നമ്മളെല്ലാരും വേനലൊക്കെ ആയിരുന്നപ്പോ നല്ലവണ്ണം മഴ ആഗ്രഹിച്ചതല്ലേ? അതെ അതെ ഇപ്പോ മഴ കൊണ്ട് സമൃദ്ധിയായല്ലേ? അതെ. ഓക്കെ. അപ്പൊ ആന്റി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദുഷ്ടനോട് കൃപ കാണിച്ചാലും അവന്റെ പ്രവൃത്തികൾ എങ്ങനെയൊക്കെയാണ്? ദുഷ്ടനെ കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കുകയില്ല, നേരുള്ള ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്: അവൻ നീതി പഠിക്കുകയില്ല, യഹോവയുടെ മഹത്വം അവൻ കാണുകയില്ല, പരമാർത്ഥതയുള്ളവരുടെ ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കും. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ദുഷ്ടനെ ദഹിപ്പിച്ചു കളയുന്നത് എന്താണ്? ശത്രുക്കളെ ദഹിപ്പിക്കുന്ന തീ അവരെ ദഹിപ്പിച്ചു കളയും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്: ശത്രുക്കളെ ദഹിപ്പിക്കുന്ന തീ. ആന്റി പാട്ട് പാടാറുണ്ടോ? അല്ലെങ്കിൽ ആന്റിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാവോ? ഒരു വചനം പറയാമേ? പറഞ്ഞോളൂ. യഹോവ എന്റെ വെളിച്ചം എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സങ്കീർത്തനം 27:1-2. ഏറ്റവും ഇഷ്ടമുള്ള വചനമാണോ? അതെ അതെ. സന്തോഷം കേൾക്കുമ്പോ. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ചോദ്യം ഇതാണ്: ദേശത്തിന് വേണ്ടി യഹോവ ചെയ്തത് എന്താണ്? ദേശത്തിന്റെ അതിരുകളെ എല്ലാം നീ വിസ്താരമാക്കിയിരിക്കുന്നു. ആന്റി ഒന്നും കൂടെ പറയാവോ? ദേശത്തിന്റെ അതിരുകളെ എല്ലാം വിസ്താരമാക്കിയിരിക്കുന്നു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്: ജനതയെ വർദ്ധിപ്പിച്ചു, ദേശത്തിന്റെ അതിർത്തികളെല്ലാം വിസ്താരമാക്കി. അതെ. അപ്പം ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ. അതും കൂടി ശരിയായി കഴിഞ്ഞാൽ ഇന്നത്തെ 4 ക്വസ്റ്റ്യൻസ് ആന്റി ശരിയാകും. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, ലാസ്റ്റത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ജനം യഹോവയെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് എപ്പോഴാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ജനം യഹോവയെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് എപ്പോഴാണ്? യഹോവ കഷ്ടതയിൽ അവർ നിന്നെ നോക്കുകയും നിന്റെ ശിക്ഷ അവരെ തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു, പ്രാർത്ഥിക്കുകയും ചെയ്തു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എപ്പോഴാണ് അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്? അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ശിക്ഷ അവർക്ക് നേരിട്ടപ്പോൾ. അതെ അതെ. അപ്പൊ 4 ചോദ്യങ്ങളും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ബോണസ് പോലെ ഒരു വചനവും ഭയങ്കര സ്പീഡിൽ തന്നെ പറഞ്ഞു. അപ്പോ എന്തുകൊണ്ടും ആന്റി ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. കുഞ്ഞമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകി, ഒപ്പം വചനമൊക്കെ പങ്കുവച്ചു. അപ്പോൾ ആന്റിക്കും കുടുംബത്തിനും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. നമ്മുടെ കഥ അന്ത്യത്തിലേക്കും ഈ ഒരു അധ്യായത്തിന്റെ അന്ത്യത്തിലേക്കും നമുക്ക് മടങ്ങി വരാം. ഈ കുഞ്ഞിന്റെ സ്നേഹം, അല്ലെങ്കിൽ കുഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം, അവൾക്ക് ആ നാൾ വരെയും നഷ്ടപ്പെട്ട മാതൃസ്നേഹം, പിതൃസ്നേഹം, മാതാപിതാക്കളുടെ കരുതലും വാത്സല്യവും ഒക്കെ കൊതിക്കുന്ന ഒരു ബാല്യത്തിനോടാണ് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ അമ്മ പറഞ്ഞത്. പക്ഷെ അവൾ ആഗ്രഹിക്കുന്നത് മനസ്സിന്റെ ചെറിയൊരു സ്നേഹം, അല്ലെങ്കിൽ മനസ്സിൽ എവിടേക്കോ ഒരു കരുതൽ എനിക്ക് വേണ്ടിയുണ്ട് എന്നുള്ള ഒരു ചെറിയ കാര്യമായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഈശോ പോലും നമ്മളോട് ഇങ്ങനെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ: നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ സ്നേഹം എന്ന വാക്കിന് വളരെയധികം അർത്ഥതലങ്ങളുണ്ട്. മാതാപിതാക്കളോടായാലും മക്കളോടായാലും ജീവിത പങ്കാളിയോടായാലും അല്ലെങ്കിൽ സഹോദരങ്ങളോടായാലും കൂട്ടുകാരോടായാലും മുതിർന്നവരോടായാലും അങ്ങനെ സ്നേഹത്തിന്റെ അർത്ഥതലങ്ങൾ മാറുകയാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ മൂല കാരണമായിട്ടുള്ള സ്നേഹം അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവ സ്നേഹത്തിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ സ്നേഹമാകുന്ന ഈശോയിൽ നിന്നുള്ളത്. അങ്ങനെയെങ്കിൽ സ്നേഹം എന്ന വാക്കിന്റെ
അർത്ഥതലങ്ങൾക്ക് വിശാലമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നൽകി വിശാലമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നല്ല ഇടയന്മാരെ പോലെ, നല്ല ആട്ടിൻ പറ്റങ്ങളെ പോലെ നമുക്ക് പ്രിയപ്പെട്ടവരെ നയിക്കുവാൻ സാധിക്കട്ടെ. മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ അർത്ഥത്തിന് വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ രൂപം ഭാവം നൽകി അവരോടൊപ്പം ആയിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ എളിമപ്പെടുത്തി സ്നേഹത്തിലൂടെ നമുക്ക് ധന്യമാക്കാം. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.